വേഗവരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. വെൽക്കം ഹോളി ഫയർ മീഡിയ മിനിസ്ട്രിയുടെ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വായിക്കപ്പെട്ട തിരുവചനം ഇന്ന് പകൽക്കാലം നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് The care and concern of Jesus. നമ്മളെക്കുറിച്ചുള്ള യേശുവിൻ്റെ കരുതലും അവൻ്റെ ചിന്തയും. സന്തോഷമുള്ള എല്ലാ ദൈവങ്ങളും വെച്ച് കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദീർഘവർഷങ്ങളായിട്ട് രാജസ്ഥാനിൽ ജയ്പൂർ പട്ടണത്തിൽ താമസിച്ച് അവിടെ കർത്താവിനോടുള്ള കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഞങ്ങളുടെ കുടുംബമായിട്ട് അതേയായിരിക്കുന്നു. ദൈവമക്കൾ ഞങ്ങളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവമക്കൾ അവിടെയുള്ള പ്രവർത്തനത്തെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. എൻ്റെ മൂത്ത മകൻ തമിഴ്നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ രണ്ടാമത്തെ മകൻ ജയ്പൂരിൽ അത് പഠിക്കുന്നു. ഞങ്ങളുടെ ഈ ചെറിയ കുടുംബത്തെ ഓർത്ത് അത് പ്രാർത്ഥിക്കണം. ഞങ്ങൾ ചില വർഷങ്ങളായിട്ട് കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിയോഗപ്രകാരം, കാഴ്ചപ്പാടിൻ പ്രകാരം അവിടെയുള്ള നേറ്റീവ്സിൻ്റെ ഇടയിൽ സുവിശേഷം അറിയിക്കുക എന്നുള്ള ഒരു ചെറിയ ദൗത്യത്തിൽ അത് ഏർപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓർക്കുമ്പോൾ അവിടെയുള്ള ആ പ്രവർത്തനത്തെ ഓർക്കാം, പ്രാർത്ഥിക്കാം. ഏകദേശം 35ഓളം ശുശ്രൂഷകന്മാർ, സുവിശേഷകന്മാർ, തദ്ദേശീയരായ ഞങ്ങൾ ഒരുമിച്ചൊരു ടീമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 70-ലധികം കൂടിവരവുകളുണ്ട്. ഇതൊരു ചെറിയ നിലയിൽ ഞങ്ങളിങ്ങനെ പോവുക. ഇവിടെയുള്ള ദൈവസഭ ഞങ്ങളെ ഓർക്കുമ്പോൾ, നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രാജസ്ഥാന് വേണ്ടി അതേ പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾക്കും അവിടെയുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാകാം പ്രാർത്ഥനയിലൂടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ഓരോ പ്രാവശ്യം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് പുതിയതൊന്ന് നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. അത് നമ്മളെല്ലാവരോടെങ്കിലും കർത്താവിന് സംസാരിക്കാനുള്ള ഒരാലോചന ഈ ദൈവവചന ശുശ്രൂഷയ്ക്ക് അകത്തുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് പകൽക്കാലത്തെ ദൈവവചന കേൾവി നമുക്ക് അനുഗ്രഹമായിരിക്കാൻ ഒരു വാക്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ വായിക്കപ്പെട്ട തിരുവചനത്തിനായിട്ട് സ്തോത്രം. നിന്റെ വചനം എപ്പോഴും പുതുമയുള്ളതാണെന്ന് ഞങ്ങൾ വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഈ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കർത്താവേ സ്തോത്രം, വചനം പ്രകാശിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടിയനെ പൊടിയോളം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, ജനത്തെ സമർപ്പിക്കുന്നു. സകല മഹത്വവും ഞാൻ അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. മിക്കവാറും സുവിശേഷങ്ങളിലെല്ലാം മത്തായിയിലും മർക്കോസിലും യോഹന്നാനിലും ഒക്കെ ഈ ഭാഗം നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ഓരോ എഴുത്തുകാരും തങ്ങൾക്ക് ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗം എഴുതുവാനിടയായി തീർന്നിട്ടുണ്ട്. അല്പസ്വല്പ വ്യത്യാസങ്ങൾ മാത്രം നമുക്കതിനകത്ത് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ സ്തോത്രം. നാം അതിൻ്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരാൾക്കത് വായിച്ച ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞ്
അയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. തിരുവഴുത്തിൽ വേറൊരു ഭാഗത്ത് പടക് കയറായി തനിക്ക് മുമ്പായി ബെത്സേദയ്ക്ക് പോകുവാൻ അവൻ അവരെ നിർബന്ധിച്ചു എന്ന് വേറൊരു ഭാഗത്ത് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. നാം ഇവിടെ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്, യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തനിക്ക് മുൻപായിട്ട് അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. യേശു തൻ്റെ ശിഷ്യന്മാരെ നിർബന്ധിക്കുക, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കരുത്, ഇനി നിങ്ങൾ ഇവിടെ നിന്ന് സമയം പാഴാക്കരുത്, നിങ്ങൾ വേഗം അക്കരയ്ക്ക് പോകണം, ഞാൻ നിങ്ങളുടെ പുറകെ വരുന്നുണ്ട്, മുമ്പായി പോകുകയും എന്നാണ് യേശു. നിങ്ങൾ മുമ്പോട്ട് പോകണം, ഞാൻ പുറകെ വരാം എന്ന് പറഞ്ഞു. ഇത് ഒരു പ്രത്യേക സംഭവത്തിന് ശേഷം നടന്ന ഒരു ഇൻസിഡന്റാണ്. ആ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ചില ദിവസങ്ങൾ യേശു ക്രിസ്തു പുരുഷാരത്തോട് ഒരുമിച്ചായിരുന്നു ദൈവവചനം ശുശ്രൂഷിക്കുകയും അവരുടെ ഇടയിൽ രോഗികളെ സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ യോഗം പിരിച്ചു വിട്ടപ്പോൾ യേശു പുരുഷാരത്തിന് അവർ വഴിയിൽ വെച്ച് അവരാരും ക്ഷീണിതരായിട്ട് പോകാതിരിക്കുവാൻ അവർക്ക് ആവശ്യമുള്ള ആഹാരവും കൊടുത്ത് അവരെ ഭവനങ്ങളിലേക്ക് പറഞ്ഞയക്കുവാൻ അത് ഇടയായി തീർന്നു. അപ്പോൾ ആഹാരം ഭക്ഷിച്ച ജനം താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയി. യേശു പ്രാർത്ഥിക്കാനായിട്ട് മലയിലേക്ക് പോയി. ശിഷ്യന്മാരുടെ അടുത്ത് നിങ്ങൾ പടക് കയറി അക്കരയ്ക്ക് പോകുവാൻ യേശു അവരെ നിർബന്ധിക്കുകയും ചെയ്തു. പുരുഷാരത്തിൻ്റെ അടുത്തൊന്നും യേശു നിങ്ങൾ വേഗം വീട്ടിലേക്ക് പോകാനായിട്ട് നിർബന്ധിച്ചില്ല. എന്നാൽ ശിഷ്യന്മാരെ യേശു നിങ്ങൾ വേഗം പടക് കയറി അക്കരയ്ക്ക് പോകാൻ അവരെ യേശു നിർബന്ധിച്ചു. ഇങ്ങനെ ശിഷ്യന്മാരെ നിർബന്ധിക്കുവാൻ ഉണ്ടായിരുന്ന കാരണം എന്താ? യേശു മറ്റൊരിടത്തും യേശു നിർബന്ധിച്ച് ശിഷ്യന്മാരുടെ അക്കരയ്ക്ക് പോകുവാനായിട്ട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ഈ ഇൻസിഡന്റ് നിങ്ങൾ ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത്, നിങ്ങൾ വേഗം പോകണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുവാനുണ്ടായിരുന്ന കാരണം, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിന്റെ 14-15 വാക്യങ്ങൾ വായിക്കാം. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞ് അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് യേശു മലയിലേക്ക് വാങ്ങിപ്പോയി. അപ്പോൾ യേശു പ്രാർത്ഥിക്കുവാൻ തനിച്ച് ശിഷ്യന്മാരെ കൂടാതെ മലയിലേക്ക് പോകുവാൻ ഉണ്ടായിരുന്ന കാരണം ഈ വചനത്തിൽ വ്യക്തമാണ്. ഈ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിച്ച, ഈ ശുശ്രൂഷ അനുഭവിച്ച ജനം യേശുവിനെ രാജാവാക്കുവാൻ
ആഗ്രഹിക്കുന്നു എന്നുള്ള ജനത്തിന്റെ ഹൃദയ വിചാരം യേശു അറിഞ്ഞിട്ട് യേശു വളരെ അവർ സ്ലിപ്പായി പോയി. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കരുത്, നിങ്ങൾ അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. യേശു പോയതിന് ഒരു കാരണമുണ്ട്. കാരണം അവൻ ജനത്തെ നന്നായി മനസ്സിലാക്കി. ഈ 3 ദിവസം ദൈവവചനം കേട്ടതുകൊണ്ട് അവരുടെ ഹൃദയത്തിനുണ്ടായ മാനസാന്തരം കൊണ്ടല്ല, വ്യത്യാസം കൊണ്ടല്ല അവർ എന്നെ രാജാവാക്കുവാനായിട്ട് പോകുന്നത്. അതിന്റെ പിൻപിലുള്ള കാര്യം കർത്താവിന് മനസ്സിലാക്കുവാനിടയായി തീർന്നു. റോമൻ ഭരണത്തിന്റെ കീഴിൽ ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിച്ചിരുന്ന ജനമാണിവർ. അപ്പോൾ ഇവര് നോക്കിയപ്പോൾ അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടു. വെരി ഗുഡ് സ്പീക്കർ, നന്നായിട്ട് സംസാരിക്കും. 2, ഈ കറണ്ട് അഫയേഴ്സ് അത് നല്ലവണ്ണം കൈകാര്യം ചെയ്യും. അതിന് പറ്റിയ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ഇവരാരെ കണ്ടു? യേശുവിനെ കണ്ടു. യേശു പ്രസംഗിച്ചതിൽ മാനസാന്തരം ഉണ്ടായിട്ടോ പാപബോധം ഉണ്ടായിട്ടോ കുറ്റബോധം ഉണ്ടായിട്ടോ ഒന്നുമല്ല അവർ യേശുവിനെ രാജാവാക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. അവർ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ നല്ലവണ്ണം പ്രസംഗിക്കുന്ന ഒരാൾ. 2, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ ഫുഡ് സെക്യൂരിറ്റിയെ ബാധിച്ചായിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാനിവിടെ ചില സഹോദരന്മാരുടെ പറഞ്ഞു, നിങ്ങളൊന്നും കൊണ്ട് പ്രയാസപ്പെടേണ്ട, ഒരിക്കലും ഇവിടുത്തെ ബ്രെഡിന്റെ വില കൂടുകയാണെന്ന് പറഞ്ഞു. കാരണം ഇവിടെ ബ്രെഡിന്റെ വില കൂടിയാൽ ജനത്തിന് നിലനിൽപ്പാൻ ബുദ്ധിമുട്ടായിട്ട് വരും അല്ലേ? കാരണം ഇവിടുത്തെ ആഹാരത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്തിനെ ബാധിച്ച? ഈ ബ്രെഡിനെ ബാധിച്ച. അതുകൊണ്ട് അതിന് മാത്രം ഈ ഗവൺമെന്റ് എത്ര മാറി മാറി എന്ത് ചെയ്യില്ല, വലിയ വിലയൊന്നും കൂടുകയില്ല. നമുക്കത് എങ്ങനെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. നിങ്ങൾ അതിനകത്ത് സ്വത്രം പറയാനേ? സ്വത്രം. അപ്പോൾ ഇവര് നോക്കിയപ്പോൾ ഈ യേശു രാജാവായിട്ട് വന്നാൽ ഈ ആഹാര പ്രശ്നം നന്നായിട്ട് സോൾവ് ചെയ്യും. കാരണം അതവരുടെ കണ്ണാൽ കണ്ടതാ. ആകെ 5 അപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. പുരുഷന്മാര് തന്നെ 5000 പേര് പഠിച്ചു കഴിഞ്ഞു. എന്നിട്ട് ശേഷിച്ചു. ഇത്ര നന്നായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യാവുന്ന ഒരാളെ അവർ കണ്ടിട്ടേ ഇല്ല. അപ്പൊ അവർക്ക് മനസ്സിലായി he can handle this department very easily. അതുകൊണ്ട് ഇദ്ദേഹം നമ്മുടെ രാജാവാകട്ടെ. 2, മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഈ രാജ്യത്ത് നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ വർക്ക് ചെയ്യുന്നതിനായിട്ട് ഞങ്ങൾക്ക് സ്വത്രം പറയും. ദൈവത്തിന് സ്വത്രം. കാരണം അവിടെ നോക്കിയപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ് മാർക്ക് നല്ലോണം കൈകാര്യം ചെയ്യാൻ പറ്റും യേശുവിന്. കാരണം യേശുവിന്റെ അടുക്കൽ വന്നിട്ടുള്ള ഒരു രോഗിയും സൗഖ്യമാകാതെ പോയിട്ടേ ഇല്ല. എത്രയോ ആയിരങ്ങളെ യേശു സൗഖ്യമാക്കി. എന്ത് നന്നായിട്ട് ഈ കാര്യമൊക്കെ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇവൻ നമ്മുടെ രാജാവായാൽ കൊള്ളാം എന്നൊരു ചിന്ത ജനത്തിന്റെ ഹൃദയത്തിൽ ഉള്ളത് യേശു അറിഞ്ഞു. ദൈവമക്കളെ, കടന്നു വന്ന പുരുഷാരം യേശുവിനെ രാജാവാക്കുവാനുള്ള ചിന്ത അവരത് പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പേ യേശു അറിഞ്ഞെങ്കിൽ
ഇന്ന് പകൽക്കാലം ഈ സഭായോഗത്തിൽ ഈ ആരാധനയിൽ ദൈവത്തിന് സ്വന്തം നമ്മെ നമ്മുടെ യേശു നന്നായിട്ട് അറിയുന്നില്ല. നമ്മുടെ ഹൃദയ വിചാരങ്ങൾ നമ്മുടെ യേശു അറിയുന്നില്ല. ഹല്ലേലൂയ. അവൻ മലയിലേക്ക് പോയവനായിട്ടല്ല ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യ വന്നിരിക്കുന്നത്. നിന്റെ അടുത്തുള്ളവനായിരിക്കുന്ന യേശുവാണ്. ഹല്ലേലൂയ. നിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാൻ, നിന്റെ ഭാരങ്ങൾ കൈകാര്യം ചെയ്യുവാൻ, നിന്റെ രോഗങ്ങൾ സൗഖ്യമാക്കുവാൻ, നിന്റെ ബുദ്ധിമുട്ടുകൾ കൈകാര്യം ചെയ്യുവാൻ നിന്റെ തൊട്ടടുത്ത യേശു നിൽക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് യേശു ശിഷ്യന്മാരെ നിർബന്ധിക്കാനുണ്ടായിരുന്ന കാരണം നമ്മൾ അതിലേക്ക് വന്നില്ല. ഈ 5 അപ്പം കൊണ്ട് യേശു 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം വചനം പറയുന്നത് 12 കൊട്ട നിറച്ചെടുത്തെന്ന്. ഇത് സത്യത്തിൽ ആരാ കൊണ്ടുപോയത്? ശിഷ്യന്മാരാണെന്ന് ദൈവത്തിനും പറയുന്നില്ല. നമ്മുടെ ചിന്ത അവര് കൊണ്ടുപോയി കാണും എന്നുള്ളത്. അത് എവിടെ കൊണ്ടുപോയി വഴിക്ക് അക്കരയ്ക്ക് പോയ വഴിക്ക് ബോട്ടെ കൊണ്ടുപോയോ അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, യേശു ഇവരെ നിർബന്ധിക്കുവാൻ ഉണ്ടായിരുന്നതിന്റെ ഒരു കാരണം ഈ 12 പേരുടെ കണ്ണിതര. ഒരു ദിവസം 12 പേർക്ക് കൂടി ഒരു കൊട്ട അപ്പം മതിയെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞു പോകാനുള്ളതുണ്ട്? കുറഞ്ഞത് 12 ദിവസം കഴിഞ്ഞു പോകുവാനുള്ള മാർഗം ഇവിടെ ഇപ്പൊ വെളിപ്പെട്ട് കിട്ടിയിരിക്കുകയാണ്. സ്വത്രം. അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞു, സ്വത്രം, താൽക്കാലികമായതിന്മേൽ ദൃഷ്ടി വെച്ച് സമയം കഴിയാതെ സ്വത്രം ഹല്ലേലൂയ എന്റെ ഹിതമനുസരിച്ച് അപ്പുറത്തോട്ട് പോയിക്കോളാം. താൽക്കാലികമായതിനെ ദൃഷ്ടി വെച്ച് സമയം പാഴാക്കാതെ എന്റെ ശബ്ദത്തിന് ചെവി തന്നെ ഒരു അടുത്തത് എന്നെ ചിന്തിപ്പിച്ചത്, ഇത് മാത്രമായിരിക്കുമോ യേശു അവരെ നിർബന്ധിക്കുവാനുണ്ടായിരുന്നതിന്റെ കാരണം? ഈ ജനത്തിന്റെ സ്വാധീനത. ചിലപ്പോൾ ഈ ജനത്തിലെ ആരെങ്കിലും പത്രോസിന്റെ അടുത്തോ യോഹന്നാന്റെ അടുത്തോ യാക്കോബിന്റെ അടുത്തോ അന്ത്രയോസിന്റെ അടുത്തോ ഈ പ്രപ്പോസൽ വയ്ക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ ഗുരുവായിരിക്കുന്ന യേശുവിന്റെ അടുത്ത് പറയണം, ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെക്കാനായിട്ട് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ഗുരുവിനെ റെക്കമെൻഡ് ചെയ്യണം. അപ്പോൾ ജനത്തിന്റെ സ്വാധീന വലയത്തിനകത്ത് ശിഷ്യന്മാർ അകപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ യേശു പറഞ്ഞു, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കരുത്, ഹല്ലേലൂയ, നിങ്ങൾ വേഗം പടക് കയറി അക്കരയ്ക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. ജനം നിങ്ങളെ സ്വാധീനിക്കുവാനിടയുണ്ട്. ജനത്തിന്റെ സംസാരം നിങ്ങളെ സ്വാധീനിക്കുവാനിടയുണ്ട്. ജനത്തിന്റെ വിചാരം നിങ്ങളെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കരുത്, വേഗം പടക് കയറി അക്കരയ്ക്ക് പൊക്കോളുവാൻ അവരുടെ ഗുരു അവരോട് പറഞ്ഞു. പിന്നീട് ഞാൻ ഇങ്ങനെ ചിന്തിച്ച വേറൊരു വിഷയം, ഇവരുടെ ഇടയിൽ തന്നെ ആരാണ് വലിയവർ എന്നുള്ളൊരു ചിന്ത ഉദിക്കാനിടയായിട്ടുണ്ട്. അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഇവരിൽ വലിയവനായി ആയാൽ കൊള്ളാം എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പത്രോസോ യാക്കോബോ ആരെങ്കിലും ഈ പുരുഷാരത്തിനടുത്ത് പറയാൻ സാധ്യതയുണ്ട്, യേശു രാജാവാകുവാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ആയിക്കോളാം. കാരണം ഇവരിങ്ങനെ നോക്കിയിരിക്കുമല്ലോ ഒരു ചാൻസ് വലിയവനാകാൻ.
സ്വത്രം. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ ഇനി ഇവിടെ നിന്ന് സമയം കളയരുത്, വേഗം പടക് കയറി അക്കരയ്ക്ക് പോകുവാൻ യേശു അവരെ നിർബന്ധിക്കുവാനിടയായി തീർന്നു. സ്വത്രം. ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ ലോകമോ ലോകത്തിലുള്ളതോ ഒന്നും നമ്മെ സ്വാധീനിക്കുവാൻ പാടുള്ളതല്ല. സ്വതം. യേശു അവരെ നിർബന്ധിച്ചു, നിങ്ങൾ പടക് കയറി അക്കരയ്ക്ക് പോകുവാനായിട്ട് പറഞ്ഞു. അങ്ങനെ യേശുവിന്റെ നിർബന്ധത്തിനനുസരിച്ച് ഈ ശിഷ്യന്മാരെല്ലാം പടക് കയറി അവരുടെ യാത്ര ആരംഭിക്കുവാനിടയായി തീർന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുന്നു, അവർ പോയ യാത്രയിൽ കാറ്റ് അവർക്ക് പ്രതികൂലമായി. അവർക്ക് അക്കരയ്ക്ക് പോകുവാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അവരെത്തി. എന്തുകൊണ്ട് വഴിയാത്രയിൽ ഈ പ്രതികൂലം അവർക്ക് വരുവാനിടയായി തീർന്നു? ദൈവങ്ങളെ അതിനോട് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അവർ ദൈവത്തിന്റെ പ്ലാനിലായതുകൊണ്ടാണ്. അവരുടെ യാത്ര ദൈവത്തിന്റെ ഹിതപ്രകാരമായതുകൊണ്ടാണ്. അവരുടെ യാത്ര യേശുവിന്റെ വാക്കനുസരിച്ചായതുകൊണ്ടാണ്. അവർ യേശുവിന്റെ വാക്കിന് ചെവി കൊടുത്തത് കൊണ്ടാണ് അല്ലെ അപ്രതീക്ഷിതമായി അവരുടെ യാത്രയിൽ ഈ പ്രതികൂലം ഉണ്ടാകുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന പ്രിയമുള്ളവരെ, സഹോദര സഹോദരി, കുഞ്ഞെ, ഹല്ലേലൂയ, നിന്റെ ജീവിതയാത്രയിൽ, വിശ്വാസയാത്രയിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ നേരെയാണ് അടിക്കുന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, അത് തിരമാലകൾ, നീ ദൈവത്തിന്റെ ഹിതത്തിനകത്തായത് കൊണ്ടാണ്, നീ ദൈവത്തിന്റെ പ്ലാനിലായത് കൊണ്ടാണ്, നീ ദൈവത്തിന്റെ വാക്കനുസരിച്ച് യാത്ര ചെയ്യുന്നത് കൊണ്ടാണ് ഹല്ലേലൂയ പ്രതീക്ഷിക്കാത്തതായിരിക്കുന്ന ഈ പ്രതികൂലം നിന്റെ ജീവിതത്തിൽ നേരെ വരുന്നത്. ഇത് യേശു അറിഞ്ഞിട്ടല്ലേ? അതിനുത്തരം അതെ. അവർ ദൈവത്തിന്റെ ഹിതത്തിലല്ലേ? അതിനുത്തരം അതെ. പക്ഷെ എന്താ ഇങ്ങനെ സംഭവിക്കുന്നേ? ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ രണ്ട് നിലകളിൽ ഉള്ളതായിരിക്കുന്ന കാറ്റിന്റെ തിരമാലയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരിക്കൽ നിനവയിലേക്ക് പോകുവാനായിട്ട് ദൈവം ഒരു പ്രവാചകനെ പറഞ്ഞു വിട്ടു. പക്ഷെ താൻ എങ്ങോട്ട് പോയി? താൻ തർശീശിലേക്ക് പോയി. പോയ വഴിക്ക്, വഴി യാത്രയിൽ വലിയ കാറ്റും വലിയ കോളും ഉണ്ടായി. ആ വലിയ കപ്പലിന് താങ്ങാൻ കഴിയാത്ത നിലയുള്ളതായിരിക്കുന്ന തിരമാല വന്നു. അത് യോന ദൈവഹിതത്തിന് വിപരീതമായി യാത്ര ചെയ്തത് കൊണ്ടാണ്. ഞാൻ ആ ഭാഗം ചിന്തിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുവാനിടയായി തീർന്നു. യോനയുടെ ദൈവം നിനവിലേക്ക് പോകാൻ പറഞ്ഞു. യോന പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്നിറങ്ങി തുറമുഖത്ത് ചെന്നപ്പോൾ വെരി ഈസി ആയിട്ട് കൺഫേം ചെയ്ത് ടിക്കറ്റ് കിട്ടി, യാത്ര ചെയ്തു. ആരംഭത്തിൽ യാത്ര വളരെ സുഖകരമായിട്ട് തോന്നി. എല്ലാം നന്നായി നീങ്ങിയത് കൊണ്ട് ആ ദൈവത്തിന്റെ ഹിതമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാം നന്നായിട്ട് പോകുന്നത് കൊണ്ട്, everything is going very smoothly. It doesn't mean that you and me are in the will of God. Praise the Lord. അവിടെ കർത്താവ് ഒരു കാറ്റിനെ അടിച്ചു. The storm of correction. യോനയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അയച്ച
തിരമാലയായിരുന്നത്. ദൈവത്തിന് സ്തോത്രം. തന്നെ കറക്റ്റ് ചെയ്യുവാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ ദൈവം അവനെ കെയർ കൂടെ ചെയ്തു. എന്താണെന്നറിയാമോ? അവനെ വിഴുങ്ങുവാൻ വേണ്ടി ഒരു മീനെ ദൈവം ആക്കി വെച്ചു. When I correct you, ഞാൻ നിന്നെ കറക്റ്റ് ചെയ്യുമ്പോൾ അത് നിനക്ക് വേദനയായി മാറും. സ്തോത്രം. അതുകൊണ്ട് ദൈവം അതിനുള്ള ക്രമീകരണങ്ങൾ കൂടെ ഒരുക്കി കൊടുത്തു. അവനെ കറക്റ്റ് ചെയ്ത് പിന്നെയും കൊണ്ടുവരുവാൻ. രണ്ട്, the storm of perfection. അതായിരുന്നു ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായ സ്റ്റോം. അവരെ എന്ത് ചെയ്തിരിക്കുന്നത്? അവരെ പെർഫെക്ഷനിലേക്ക് നടത്തുവാൻ. സ്വത്രം. ഒരിക്കൽ യേശു ഒരുമിച്ച് ശിഷ്യന്മാരുടെ കൂടെ യാത്ര ചെയ്തൊരു ബോട്ടിൽ, അന്ന് അവിടെയും ഒരു തിരമാല വരുവാനിടയായിട്ട് ഇവിടെ യേശുവില്ലാതെ യേശു അവരെ പറഞ്ഞയച്ചു. ഇവിടെ ഈ തിരമാല വന്നു. രണ്ട് സിറ്റുവേഷനും യേശു ഹാൻഡിൽ ചെയ്യുവാനിടയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഈ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഹാൻഡിൽ ചെയ്യുവാൻ കഴിവുള്ള ഒരുവനാണ് നമ്മെ അയക്കുന്നത്. ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുന്നവനാണ്. ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ യേശു പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് പോകുവീൻ, ഞാൻ നിങ്ങളുടെ പുറകെ വരാം എന്ന് പറഞ്ഞിട്ട് യേശു പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. രണ്ട്, we have a God who is interested for us. നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന ഒരുവൻ നമുക്ക് വേണ്ടി. Praise the Lord. ഇത്ര ദ്രുതഗതിയിൽ യേശു പ്രാർത്ഥിക്കുവാൻ മലയിൽ പോയി. യേശു എന്തായിരിക്കും പ്രാർത്ഥിച്ച്? ദൈവവചനത്തിലില്ല, എന്റെ ചിന്ത. സ്വതന്ത്രം. പിതാവേ, ഈ ജനം ഞാൻ അവരുടെ രാജാവാകുവാൻ ആഗ്രഹിക്കുകയാണ്. നീ എന്നെ ഒരു ദൗത്യവുമായി സ്വതന്ത്രം ഈ ഭൂമിയിലേക്ക് അയച്ചതാണ്. രാജാവാകുവാനല്ല, മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ മരിക്കുവാൻ വേണ്ടിയാണ് നീ എന്നെ ഇവിടേക്ക് അയച്ചത്. പിതാവേ, യാതൊരു കാരണവശാലും മാനുഷികമായിരിക്കുന്ന സമ്മർദ്ദത്തിൽ അകപ്പെട്ട്, ഹല്ലേലൂയ, നിന്റെ ഹിതത്തിൽ നിന്ന് പിന്മാറിപ്പോകുവാൻ എന്നെ അനുവദിക്കണേ. പിതാവിന്റെ ഹിതത്തിൽ നിൽക്കുവാൻ, പിതാവിന് ഇഷ്ടം ചെയ്യുവാൻ, അവൻ അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ യേശു ആഗ്രഹിച്ചു. ഒരു രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ ചിലവഴിച്ചതിന് ശേഷമാണ് യേശു ഈ 12 പേരെ തിരഞ്ഞെടുത്തത്. പിതാവേ, ഞാൻ അവരെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം അവർക്ക് മനസ്സിലാകുവാൻ ഇപ്പോൾ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ ഹിതത്തിൽ നിൽപ്പാൻ അവരെ സഹായിക്കണമേ. ഇതായിരിക്കാം യേശു പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പൈതലിൽ റോമാലേഖനം 8-ാം അധ്യായം 34-ാം വാക്യം വായിക്കുന്നു. യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പൈതലേ, ഈ ലോകമാകുന്ന സമുദ്രത്തിലേക്ക്, ഹല്ലേലൂയ, യേശു കർത്താവ് എന്നെയും നിന്നെയും പറഞ്ഞയച്ചിട്ട്, ഹല്ലേലൂയ, അവൻ വെറുതെ ഇരിക്കുന്നവനല്ല. അവൻ
Praise the Lord. ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽക്കാലം നമുക്ക് സന്തോഷിക്കുവാൻ വകയുള്ളത് എൻ്റെ യേശു എനിക്ക് വേണ്ടി ഇന്നും പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുന്നവനായിരിക്കുന്ന യേശുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് he can handle all the situations. ഞാൻ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഹല്ലേലൂയ ചുറ്റുപാടുകളെയും നിയന്ത്രിക്കുവാൻ അവൻ കഴിവുള്ളവനായ ദൈവമാണ്. അത് മാത്രമല്ല, എബ്രായ ലേഖന കർത്താവ് പറയുന്നു 4-ാം അധ്യായത്തിൽ ഹല്ലേലൂയ പാപമൊഴികെ സകലത്തിലും ഹല്ലേലൂയ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ് യേശു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പൈതലെ വിശ്വാസിയെ ഞാൻ നീ കടന്നു പോകുന്ന സകല വഴികളും സ്വതന്ത്രം യേശുവിനെ നന്നായി അറിയാം. അവനത് അനുഭവിച്ചിട്ടുണ്ട്, അവനത് ശീലിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അവനെ ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനുമില്ല. മൂന്ന്, he will come to me. അവൻ എൻ്റെ അടുത്ത് വരുന്നവനായ യേശുവാണ്. ആ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു 23 അവസാനം, വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു, പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായിരുന്നു. മതി. വൈകുന്നേരമായപ്പോൾ അവൻ അവിടെ ഇരുന്നു, പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായിരുന്നു. എന്തുകൊണ്ട് യേശു പെട്ടെന്ന് ഈ ശിഷ്യന്മാരെടുക്ക വന്നില്ല? യേശു നിർബന്ധിച്ചിട്ട് പറഞ്ഞയച്ചവരല്ലേ. അവരുടെ ജീവിതത്തിലല്ല ഈ പ്രശ്നമുണ്ടായത്, അവരുടെ വഴിയാത്രയിൽ ഈ തിരമാലകളുണ്ടായത്. എന്തുകൊണ്ട് ഇത് കണ്ടിട്ടും പെട്ടെന്ന് യേശു വന്നില്ല? ഞാനത് 2 കാര്യം ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഒന്ന്, യേശു കരയിലിരുന്ന് ഈ ശിഷ്യന്മാരെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. അവരക്കരയ്ക്ക് പോകുമോ അതോ ഇക്കരയിലേക്ക് മടങ്ങി വരുമോ? How they handle the situation. അല്പസമയം നോക്കി നിന്നവനായ യേശുവിന് മനസ്സിലായി, ഹല്ലേലൂയ, ഇവരെന്റെ ഹിതത്തിൽ മാത്രം നിൽക്കുവാനുള്ള കഷ്ടപ്പാടായി പെടുന്നത്. അവർ മടങ്ങി വരുന്നില്ല, മടങ്ങി വരികയില്ല എന്ന് യേശുവിന് മനസ്സിലാക്കിയപ്പോൾ യേശു അവരുടെ അടുക്കലേക്ക് പോകുവാൻ നിർബന്ധിതനായി. ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളുടെ, പ്രതിസന്ധികളുടെ, ബുദ്ധിമുട്ടുകളുടെ മധ്യേ ദൈവഹിതത്തിന് മാത്രം നിലനിൽക്കുവാൻ ഞാനും നീയും പ്രയാസപ്പെടുന്ന തത്രപ്പാട് എൻ്റെ യേശു കണ്ട അധിക സമയം നിൽക്കയില്ല. അവൻ നിന്റെ അടുക്കലേക്ക് വരുന്നവനായിരിക്കും. അവിടെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, prove yourself. Lord, I wanted to do your will. ഈ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ദൈവവചന സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ മറുപടി തരുവാനായിട്ട് തയ്യാറാണ്. ദയവായിട്ട് താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ, താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.